അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഹാപ്പിയായിട്ട് സുഖമായിട്ട് എല്ലാവരും ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ ആൺപിള്ളേർക്കും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആൺപിള്ളേരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, ഇപ്പോൾ ഈ ഇന്നലെ മിനിയാന്നങ്ങാണ്ട് ഏതോ ഒരു പെണ്ണ് വീഡിയോ എടുത്തു, ഏതോ ഒരു മനുഷ്യൻ അയാൾ ആത്മഹത്യ ചെയ്തു, ബസ്സിലിരുന്ന് എന്തായാലും അയാൾ മരിച്ചു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ആണുങ്ങളോട്. നിങ്ങൾ കല്യാണമൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്ന ആണുങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ ഒത്തിരി പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നത് തന്നെ ഇപ്പോൾ ആണുങ്ങളുടെ മെയിൻ്റനൻസും വാങ്ങിച്ച് ഊമ്പി തിരിഞ്ഞ് ജീവിക്കാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എടുക്കാനോ താല്പര്യമില്ലാത്ത പെണ്ണുങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോ പെണ്ണുങ്ങൾ കാരണം എത്രയോ ആൺപിള്ളേരുടെ ലൈഫാണ് തൊലഞ്ഞു കെട്ടി പോകുന്നത്. എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ കഴിവില്ലാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഇപ്പോൾ റീച്ച് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, കഴിവില്ലാത്ത ആൾക്കാർ. അപ്പോൾ കഴിവില്ലാത്ത പെണ്ണുങ്ങളുടെയൊക്കെ അടുത്തൊക്കെ നിങ്ങൾ പോയി ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടല്ലോ, ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു, ബസ്സിലിരുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചെന്നോ തൊടിച്ചു. ഏതായാലും ഇപ്പോൾ ഒത്തിരി പെണ്ണുങ്ങളുണ്ട്, ഇതുപോലെ കഴിവില്ലാത്ത ഒത്തിരി പെണ്ണുങ്ങളുണ്ട്, ഇങ്ങനെ തൊട്ടൊന്നും പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ. അപ്പോൾ നിങ്ങൾ ആണുങ്ങളെ ശ്രദ്ധിക്കാൻ നോക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മുള്ള് വന്ന് ഇല വീണ് കഴിഞ്ഞാൽ ഇല വന്ന് മുള്ള് വീണ് കഴിഞ്ഞാൽ ഇലയ്ക്കാ കേടെന്ന് പറയും. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ മുള്ളിന് തന്നെയാണ് കേട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ള നിങ്ങൾ പരമാവധി പെണ്ണുങ്ങളുടെ അടുത്ത് ചാറ്റിങ്ങും കൂറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പണ്ട് കാലത്തെ പോലെയല്ല. പെണ്ണുങ്ങളൊക്കെ എങ്ങനെയെങ്കിലും റീച്ച് ആവാനായിട്ടും ഇൻഡിപെൻഡൻ്റ് ആവണം. എല്ലാം സെൽഫ് ഇൻഡിപെൻഡൻറ്റും ഇങ്ങനെ സെൽഫ് റെസ്പെക്റ്റ്, ഭയങ്കര ഇൻഡിപെൻഡൻ്റ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആണുങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതാണ് എനിക്ക് പറയാം. അപ്പോൾ പണ്ട് കാലത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ പെണ്ണുങ്ങളുമായിട്ട് കോൺടാക്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പോവുക. പരമാവധി നിങ്ങൾ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ആൺപിള്ളേരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ സൂക്ഷിക്കുക. നിങ്ങളാണ് ഏറ്റവും നല്ല പേഴ്സണാലിറ്റികളും കാര്യം, എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ പറയണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കല്യാണം കഴിക്കാൻ പോവുമായിക്കോട്ടെ, നിങ്ങൾ കൂടുതൽ പെൺസുഹൃത്തുക്കളുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്കത്ര പറയാനുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക, അത് അങ്ങനെയുള്ള പെൺപിള്ളേരാണ് കുറച്ചുകൂടെ ബെറ്റർ ഫാമിലി ലൈഫിൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഹാപ്പി സൺഡേ ആശംസിക്കുന്നു. അപ്പോൾ കുറേ നാളായല്ലോ ഞാനിങ്ങനെ ഒരു കൊച്ചു വർത്താനൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആണുങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കാര്യങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, പഴയ കാലമല്ല. റീച്ചിനും കൂച്ചിനൊക്കെ വേണ്ടി പലരും പലതും ചെയ്യും. പ്രത്യേകിച്ച് കഴിവില്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട് ഇന്നത്തെ കാലത്ത് നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയണം. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും അടുത്തടുത്ത വീഡിയോസ് അങ്ങനെ. അപ്പോൾ ടേക്ക് കെയർ.